ഹായ് ഫ്രണ്ട്സ്, സാബ്നിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് OTT റിലീസ് ചെയ്തതും, അതായത് ഇന്ന് ജനുവരി മാസം 15-ാം തീയതിയാണ്. ഇന്ന് OTT റിലീസ് ചെയ്തതും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ ജനുവരി മാസം 16-ാം തീയതി OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായ സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിലെത്തുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് നോക്കാം നമുക്ക്. ഇതിൽ ഒന്നാമത്തത് ഒരു സീരീസാണ്. ജാക്കി ഷ്രോഫ് പ്രധാന വേഷം കൈകാര്യം ചെയ്യുക ചിദിയ ഉദ് എന്ന് പറഞ്ഞൊരു ഹിന്ദി സീരീസാണ്. ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസാണ്. MX പ്ലെയറിലും അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലും ഇപ്പോൾ മുതൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. രണ്ടാമത്തെ സിനിമ എന്നുള്ളൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കോൾഡ് പർസ്യൂട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു തമിഴ് ഫീൽ ഗുഡ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഫാമിലി പടം എന്ന് പറഞ്ഞ സിനിമ. സിംപ്ലി സൗത്ത്, ആഹാ തമിഴ് എന്നീ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു തമിഴ് സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തെലുങ്ക് മൂവിയാണ്. മോക്ഷ പട്ടം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ആഹാ തെലുങ്ക് വഴിയാണ് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്. പയനികൾ ഗവനിക്കവും എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് സൂത് കാവും 2 നാടും നാട്ടുമക്കളും എന്ന് പറഞ്ഞൊരു കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തമിഴ് മൂവിയാണ്. ആഹാ തമിഴ് വഴി ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഉരുൾപൊട്ടലിൻ്റെ മനുഷ്യ ദുരന്തം പ്രമേയമാക്കിയ ഒരു മലയാള സിനിമയാണ് നായകൻ പൃഥ്വി എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ എപ്പോൾ റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്. ജനുവരി മാസം 16-ാം തീയതി, അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആമസോൺ പ്രൈം വഴി ഈ ഒരു മലയാള സിനിമ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. അടുത്തത് ജോർജ് ജോർജ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത പണി എന്ന് പറഞ്ഞ സിനിമയാണ്. അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. സോണി ലിവിൽ ഈ ഒരു സിനിമ ജനുവരി മാസം 16-ാം തീയതി, അതായത് നാളെ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് പുറത്തു വന്നത്. പക്ഷേ സോണി ലിവ് ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം മുന്നേ തന്നെ ഈ ഒരു സിനിമ റിലീസ് ചെയ്തു. അതായത് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ സോണി ലിവിൽ അവൈലബിൾ ആണ്. മലയാള ഭാഷ കൂടാതെ മറ്റു ഭാഷയിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ദിലീഷ് പോത്തൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ ജനുവരി മാസം 16-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തതും നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള സിനിമകളും സീരീസുകളുമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.